നൂറയെ നോമിനേഷനിൽ എത്തിക്കാൻ വേണ്ടി ബിഗ് ബോസ് കളിച്ച കളിയാണിത് എന്നുള്ളത് വ്യക്തമാണ്. നൂറയ്ക്ക് അതിന് മാത്രം ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൽ പോയി കൃത്യമായിട്ട് വീണു. ബിഗ് ബോസിന് അറിയാം നൂറ അതിൽ വീഴുമെന്ന്. കാരണം ബിഗ് ബോസിൽ ഈ സീസണിൽ അങ്ങനെ മാരക മൈൻഡ് ഗെയിം കളിക്കുന്ന ആരുമില്ല. കുറച്ചെങ്കിലുമൊക്കെ ഗെയിമിനകത്ത് മൈൻഡ് ഗെയിം കൊണ്ടുവരുന്നത് കുറച്ചൊക്കെ അനീഷ് കൊണ്ടുവരുന്നുണ്ട്. അത് ടാസ്കുകളിലല്ല, ഗെയിമിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അനുമോള് കുറച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, അക്ബർ കുറച്ചൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ടാസ്കുകളിൽ ഇവർക്കൊന്നും തന്നെ ആ ഒരു മൈൻഡ് ഗെയിം കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഈവൻ ഷാനവാസിനും മൈൻഡ് ഗെയിം ഒക്കെ ഉണ്ട്, ടാസ്കുകളിൽ അത് പ്രകടിപ്പിക്കാനും മാത്രമുള്ള ഗെയിം ഇല്ല. അതാണ് ഇവരുടെയൊക്കെ കുഴപ്പം. ഇപ്പൊ തന്നെ ഇന്ന് ബിഗ് ബോസ് ഇന്നത്തെ 3-ാമത്തെ ദിവസം എന്തുകൊണ്ട് ബ്ലാക്ക് കോയിൻ കൊടുക്കാത്തത്? ആദ്യത്തെ 2 ദിവസം കൊടുത്തു, ഇന്ന് എന്താണ് കൊടുക്കാത്തത്? അത് ടാസ്കിന്റെ പാറ്റേൺ തെറ്റിക്കുന്ന രീതിയല്ലേ? ഇന്ന് ബിഗ് ബോസ് ബ്ലാക്ക് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ എന്ത് ചെയ്യും? അത് ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ കൊടുത്ത്, നൂറയ്ക്ക് അറിയാം 2 എണ്ണം നൂറയുടെ പേര് ഇരിക്കുന്നുണ്ട്, അത് തന്റെ തലയിൽ വന്ന് വീഴുമെന്ന് മനസ്സിലായ നൂറ വേറെ ആർക്കെങ്കിലും കൊടുത്ത് അതിൽ നിന്ന് ഊരിയനെ. അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്തു? ഇവിടെ ഗെയിം മാറ്റി കളിച്ചു. ഇന്ന് ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല, ഗോൾഡ് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ ആ ഗെയിമിന്റെ പാറ്റേൺ തെറ്റിച്ചു. അപ്പോൾ അതൊരു ഗെയിം, ഒരു എന്താ പറയാ, ഒരു ഫെയർ ഗെയിം അല്ല. അവിടെ ബിഗ് ബോസ് തോന്നും പോലെ നിയമം ഉണ്ടാക്കി തോന്നും പോലെ കളിക്കുകയാണ്. അതിപ്പോ ആർക്കാണ് പറ്റാത്തത്? അത് വലിയ മാരക ഗെയിം ഒന്നും അല്ല. അതുകൊണ്ട് ഇതിപ്പോ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞു വേണമെങ്കിൽ ബിഗ് ബോസിന് നൂറെ പിടിച്ച് നോമിനേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് ബിഗ് ബോസ് ബ്ലാക്ക് കോയിൻ കൊടുക്കാതെ ബോധപൂർവ്വം തന്നെ നോമിനേറ്റ് ആക്കിയതാണ്. കാരണം ബിഗ് ബോസിന് അറിയാം എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ഉള്ള നൂറെ തന്നെ അവർ തിരഞ്ഞെടുക്കുള്ളൂ. അതൊരു കോമൺ സെൻസ് ആണ്. അത് തന്നെ സംഭവിച്ചു. ഇത് ബിഗ് ബോസ് വീട്ടിലെ മറ്റാരുടെയെങ്കിലും ഒരു ഗെയിം ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നോമിനേഷന്റെ കാര്യത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു അക്ബറിനും ടീമിനും ഒക്കെ. അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പൊ നൂറ പറഞ്ഞ അത് വേണ്ട, ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും, പക്ഷെ കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അക്ബർ. സോ ഇതിനകത്ത് ശരിക്കും ഇവിടെ ഗെയിം കളിച്ചത് ബിഗ് ബോസ് മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഇന്ന് ആ ഒരു ബ്ലാക്ക് കോയിൻ കൊടുക്കേണ്ടതാണ്. ഒരു ഗെയിമിനകത്തൊരു പാറ്റേൺ ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, അതിനകത്തൊരു നിയമമില്ലേ? ആ നിയമം എന്ന് പറയുന്നത് എല്ലാ ഗെയിമിലും ഒന്നായിരിക്കണം. ഇപ്പോൾ ക്രിക്കറ്റ് ഒരു കളി തുടങ്ങി, അതിൽ ആദ്യത്തെ മാച്ച് കളിക്കുമ്പോൾ ഉള്ള നിയമങ്ങൾ തന്നെയാണ് ഫിനാലെ വരെ ഉള്ളത്. അല്ലാതെ ഫൈനൽ എത്തുന്ന സമയത്ത് വേറൊരു നിയമമല്ല. എല്ലാ നിയമങ്ങളും ഒന്ന് തന്നെയാണ്, തുല്യ നിയമങ്ങളാണ്. ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്തു? കോയിനുകൾ കൊടുത്തു. ബ്ലാക്ക് കോയിനും കൊടുത്തു, ഗോൾഡ് കോയിനും കൊടുത്തു. ആദ്യ ഘട്ടത്തിലും കൊടുത്തു, 2-ാമത്തെ ഘട്ടത്തിലും കൊടുത്തു, 3-ാമത്തെ ഘട്ടത്തിലും അപ്പോൾ ബ്ലാക്ക് കോയിൻ കൊടുക്കേണ്ടതാണ്, ഒരെണ്ണമെങ്കിലും. അത് കൊടുത്തിട്ടില്ല. അപ്പോൾ പാറ്റേൺ തെറ്റിച്ചത് ബിഗ് ബോസ് ആണ്. സോ അത് ബിഗ് ബോസിന്റെ പ്ലാൻ മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.